മിനിസ്റ്റർ നമ്മോടൊപ്പം ഉണ്ട്. കലോത്സവം നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ വലിയ ഒരുക്കങ്ങൾ മീഡിയ വൺ നടത്തിയിട്ടുണ്ട്. അതിന്റെ ഭാഗമായി നമ്മുടെ ഒരു സ്പെഷ്യൽ പവലിയൻ ഉദ്ഘാടനം അടക്കം നടക്കണം. ഒപ്പം തന്നെ കലോത്സവം എത്രത്തോളം തൃശ്ശൂർ സജ്ജമാണ് തുടങ്ങിയ കാര്യങ്ങൾ നമ്മളുടെ മനോഹരമായ ഒരു പവലിയൻ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. മനോഹരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെ കൊണ്ട് അപ്പോ നമുക്ക് അതൊന്ന് ഉദ്ഘാടനം ചെയ്യണം. നല്ല ഗലാട്ട. അപ്പൊ നമ്മളൊന്ന് ഉദ്ഘാടനം ചെയ്തതിനു ശേഷം കൂടുതൽ സംസാരിക്കാം. അപ്പൊ ശക്തന്റെ മണ്ണിൽ സാംസ്കാരിക തലസ്ഥാന നഗരിയിൽ നാളെ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് അരങ്ങുണരാൻ പോവുകയാണ്. അപ്പൊ അതിന്റെ മുന്നോടിയായി സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ എല്ലാ പകിട്ടോടും കൂടി അതിന്റെ മുഴുവൻ ദൃശ്യങ്ങളും മീഡിയ വണ്ണിൽ നാളെ മുതൽ പ്രേക്ഷകർക്കായി അങ്ങനെ നമ്മുടെ പവലിയൻ ഉദ്ഘാടനമാണ്. ഇവിടെ നിന്നായിരിക്കും പ്രേക്ഷകർക്കായി മീഡിയ വൺ വാർത്തകൾ തത്സമയം. പവലിയന്റെ ഉദ്ഘാടനമാണ്. താങ്ക് യു മിനിസ്റ്റർ. മിനിസ്റ്റർ ഒരു അല്പം മധുരമാവാം. യെസ്. അപ്പോൾ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് നാളെ അരങ്ങുണരുന്നുള്ളൂ. പക്ഷെ മീഡിയ വൺ ഇതാ അരങ്ങ് ഉണർന്നു കഴിഞ്ഞു. മീഡിയ വണ്ണിന്റെ അരങ്ങ് ഇവിടെ അരങ്ങുണർന്നു. ഇനി അരങ്ങുണർത്തുന്നത് കാണാനിരിക്കുന്നേ ഉള്ളൂ. പ്രേക്ഷകർക്കായിട്ട് അപ്പോൾ തത്സമയ വിവരങ്ങൾ, വർണ്ണാഭമായ കാഴ്ചകളൊക്കെ എത്തിക്കും. അതിന് നമുക്ക് മിനിസ്റ്ററോട് കലോത്സവത്തെ കുറിച്ച്, അതിന്റെ ഒരുക്കങ്ങളെ കുറിച്ചൊക്കെ ചോദിക്കാം. മിനിസ്റ്റർ, ഇപ്പോൾ നടക്കുന്ന ഒരുക്കങ്ങളൊക്കെ പൂർണ്ണ സംതൃപ്തിയാണോ? ഞാൻ കഴിഞ്ഞ ഒരാഴ്ച കാലമായിട്ട് ഇവിടെ തന്നെ ഉണ്ട് ഒരുക്കങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നതിന് വേണ്ടി. 64ാമത് കലോത്സവമാണെന്ന് എല്ലാവർക്കും അറിയാം. ഓരോ കലോത്സവം കഴിയുന്തോറും അതിൻ്റെ മികവും അതിൻ്റെ സംഘാടന രീതിയും ജനപങ്കാളിത്തവും കൂടി വരികയാണ്. തീർച്ചയായിട്ടും കഴിഞ്ഞ തിരുവനന്തപുരത്ത് നടന്നതിനേക്കാൾ വലിയ പങ്കാളിത്തമായിരിക്കും തൃശ്ശൂർ ഉണ്ടാകാൻ വേണ്ടി പോകുന്നത്. എന്തുമാത്രമല്ല, മുമ്പ് ഈ സംസ്ഥാന കലോത്സവം നടന്നു കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട പാരലൽ കലോത്സവങ്ങളാണ് വേറെ നടക്കുന്നത്. സമ്മാനം കിട്ടാത്ത റോഡിൽ ഡാൻസ് ചെയ്യേക്കം, അതിന് മാധ്യമങ്ങൾ പ്രോത്സാഹിപ്പിക്കൽ, അങ്ങനെ കലാപരിപാടി നടത്തുന്നത് തടയൽ, പിക്കറ്റിങ്, സമരം. ഞാനിപ്പം കുറേ നാളുകളായി, ഞാൻ വന്ന ശേഷം മാത്രമല്ല, അത്തരമുള്ള ആരോഗ്യപരമല്ലാത്ത കാര്യങ്ങളില്ല എന്നുള്ളതാണ്. എന്ന് മാത്രമല്ല, ഈ രാവിലെ തുടങ്ങിയാൽ പിറ്റേന്ന് ദിവസം രാവിലെ തീരുണ്ടായിരുന്നു. അപ്പോൾ അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ഇപ്പോൾ 16 ജില്ലയിൽ നിന്നുള്ള ആൾക്കാരുണ്ടാവും, അപ്പീൽ ആൾക്കാരുണ്ടാവും. അപ്പീലിൻ്റെ എണ്ണം കുറവാണ്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന സമയത്ത് തന്നെ കാര്യങ്ങൾ തീരും. പക്ഷേ ഉദ്ദേശിച്ച സമയത്ത് കാര്യം തീരാത്ത കാരണം ലോട്ടിട്ട് 1, 2, 3, 4 എന്നാണല്ലോ വരുന്നത്. നമ്പർ 1 ഫസ്റ്റ് കാൾ, സെക്കൻഡ് കാൾ, തേർഡ് കാൾ വിളിക്കും. ഇവരുടെ എന്തോ ഒരു പ്ലാനിങ്ങിന്റെ അടിസ്ഥാനത്തിൽ ഫസ്റ്റ് സെക്കൻഡും തേർഡും വിളിക്കുന്നതൊന്നും വരില്ല, ഒളിച്ചിരുന്നല്ലേ. അത് ഏതാണ്ട് 3-4 മണിക്കൂർ തന്നെ നീണ്ടങ്ങ് പോകും. കഴിഞ്ഞ ഒരു ട്രിവാൻഡ്രത്ത് നടന്നൊരു കലോത്സവമുണ്ട്, അത് MA ബേബി വിദ്യാഭ്യാസ മന്ത്രി. ഞാനന്ന് തിരുവനന്തപുരം ഈസ്റ്റ് മണ്ഡലം MLA ആണ്. ഞാൻ പ്രോഗ്രാം കമ്മിറ്റി ചെയർമാനായിരുന്നു. അന്നൊരു തീരുമാനം എടുത്ത് ഫസ്റ്റിൽ 3 പ്രാവശ്യം വിളിച്ചു കഴിഞ്ഞാൽ വന്നില്ലെങ്കിൽ ആ കാൻഡിഡേറ്റിനെ ക്യാൻസലാക്കുന്നു. ആണുണ്ടോ? അങ്ങനെ ഒരാളിനെ ക്യാൻസലാക്കി. കുട്ടി വല്ലാത്ത ഹൃദയം നമുക്ക് വേദനിക്കുന്ന രൂപത്തിലുള്ള കരച്ചിരുമ്പോഴൊക്കെ. പക്ഷെ നമ്മൾ ആ രീതിയിലുള്ള പരാതികൾക്കോ പരിമിതികൾക്കോ ഒന്നും ഇടയില്ലാത്ത വിധം ഗംഭീരമായി പരാതികൾക്ക് ഇടയില്ലാതെ നടത്തണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. നിങ്ങളുടെ മകന് സമ്മാനം കിട്ടിയില്ല, നിങ്ങൾക്കൊരു പരാതി ഉണ്ടാവുമല്ലോ. എല്ലാം പരാതി എന്ന് പറയുന്ന വ്യക്തി ബേസ്ഡാണല്ലോ. 14,000 കുട്ടികൾ പങ്കെടുക്കും. നമുക്ക് 3 പ്രാവശ്യം ജഡ്ജിയായിരുന്നവരെ ഒഴിവാക്കാം. ഇപ്പോൾ ഒരു കാര്യം കൂടെ ഉണ്ട്, ജഡ്ജിമാരെന്ന് ഓരോരോ അഫിഡവിറ്റ് എഴുതി വാങ്ങുന്നുണ്ട്, രഹസ്യ അഫിഡവിറ്റ്. വേറൊരു കാര്യം ചെയ്യുന്നുണ്ട്, ജഡ്ജിമാരുടെ ബയോഡേറ്റ അനൗൺസ് ചെയ്യുന്നുണ്ട്. ഇതിൽ കൂടുതൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. രഹസ്യ സ്ഥലത്തുകൊണ്ട് താമസിപ്പിക്കുന്നുണ്ട്, അതൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ എന്നാലും കഴിഞ്ഞ വർഷമൊന്നും പരാതി ഇല്ലായിരുന്നു. എന്തായാലും നന്നായി നടക്കുന്നു. ഞാൻ എല്ലാ കേന്ദ്രങ്ങളിലും പോയി, കുട്ടികൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. അടുക്കളയിൽ പാല് കാച്ചി വന്നു. പിന്നെ ഗോൾഡ് കപ്പ് ഇവിടെ കൊണ്ടുവന്ന് ഇനി നാളെ രാവിലെ മുഖ്യമന്ത്രി 10 മണിക്കൂർ എത്തിയാൽ മതി, തിരികൊളുത്താം, നമ്മൾ ആരംഭിക്കാം. തൃശ്ശൂരിലാണ് നടക്കുന്നത്. ഇപ്പോൾ സാംസ്കാരിക തലസ്ഥാനമാണ്, സാഹിത്യ മേഖലയ്ക്ക് വലിയ വളക്കൂറുള്ള മണ്ണാണ്, പൂരങ്ങളുടെ നാടാണ്. അപ്പം അങ്ങനെ തൃശ്ശൂരിലേക്ക് കലോത്സവം എത്തുമ്പോൾ അത് പരമാവധി പൊലിമയുള്ള ഒരു ഉത്സവ ആഘോഷമാക്കി മാറ്റാൻ എന്തെല്ലാം ശ്രദ്ധയിക്കുറി ഉണ്ടായിരുന്നു മിനിസ്റ്റർ?
എല്ലാം നമ്മുടെ തൃശ്ശൂർ പൂരമൊക്കെ നടത്തി പരിചയസമ്പന്നനാണല്ലോ ഇവിടുത്തെ ജനപ്രതിനിധികൾ എന്നൊക്കെ പറയുന്നത്. മന്ത്രി രാജനാണ് ഇതിൻ്റെ സംഘടനാ സമിതിയുടെ ചെയർമാൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതിനൊരു എല്ലാ കാര്യങ്ങൾക്കും ഒരു തൃശ്ശൂർ പിന്നെ പൂരം ടച്ചുണ്ട്. പൂരം ടച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ തിരുവനന്തപുരത്ത് കഴിഞ്ഞ പ്രാവശ്യം നടത്തിയപ്പോൾ ഞാൻ തിരുവനന്തപുരത്ത് നടത്തിയിട്ടുള്ളതാണല്ലോ മുമ്പ്. അത് തൃശ്ശൂർ പൂരം ടച്ചില്ല. എന്ന് മാത്രമല്ല ഇന്ന് തന്നെ കാണികളായി 10,000-കണക്കിന് ആൾക്കാർ രണ്ട് റോഡ് സൈഡിലുണ്ടായിരുന്നു. അപ്പം നിങ്ങളുടെ എല്ലാം പ്രചരണവും കൂടെ നാളെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് ഇവരെ നിയന്ത്രിക്കാൻ എന്ത് ചെയ്യണമെന്ന് നമുക്കറിയില്ല. ഉത്തരവാദിത്ത പിന്നെ ഫെസ്റ്റിവൽ ആഘോഷം പിന്നെ എന്നുള്ളതിലാണ് കൊടുത്തിരിക്കുന്നത്. കാരണം കുട്ടികളുടെ കുറേ ഉത്തരവാദിത്വങ്ങൾ വീണ്ടും നമ്മൾ സ്ഥാപിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ ഗാർബേജ് ഡിസ്പോസലിനെ സംബന്ധിച്ച് ഒരു ഉത്തരവാദിത്വം, അതുപോലെ തന്നെ പഠിക്കേണ്ട സമയത്ത് പഠിക്കുക, കളിക്കേണ്ട സമയത്ത് കളിക്കുക എന്നുള്ളതിൽ ഉത്തരവാദിത്വം, മറ്റുള്ളവരോട് ബഹുമാനം കാണിക്കുക എന്നുള്ള ഒരു ഉത്തരവാദിത്വം, പിന്നെ ലഹരി ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളൊരു ഉത്തരവാദിത്വം, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അംഗീകരിക്കുകയും സ്നേഹം പകരുക എന്നുള്ള ഉത്തരവാദിത്വം. ഉദാഹരണം, നമ്മുടെ ഒരു കുട്ടി ഒരു നല്ല കാര്യം ചെയ്താൽ പലപ്പോഴും നമ്മൾ അവനൊന്ന് പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ഗുഡ് എന്ന് പറയുന്നവളുടെ കുറിച്ചമ്പരേ ഉള്ളു, ചുരുക്കം വരേ ഉള്ളു. നമ്മൾ അങ്ങനെയൊന്നും ഒരു ഗുഡ് കൊടുക്കാൻ വലിയ താല്പര്യം എന്നുള്ളവരല്ല നമ്മൾ. അപ്പം അതൊക്കെ നമ്മൾ കുട്ടികളെ മെല്ലെ മെല്ലെ പഠിപ്പിച്ചുകൊണ്ട് വരിക. അത് കലോത്സവവും റാങ്കും പിന്നെ അതുപോലെ വലിയ ഉന്നതിയിൽ പോയാൽ മാത്രം കിട്ടുന്ന കാര്യങ്ങളല്ല ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ. നമ്മൾ ഈ വർത്തമാന കാലഘട്ടത്തിൽ ഇത്തരം കാര്യങ്ങൾ കൂടി കുട്ടികൾക്ക് പഠിപ്പിക്കണം. അതിന് ഒരാഴ്ചയിൽ ഒരു അവർ തന്നെ മാറ്റി വയ്ക്കാൻ വേണ്ടി പോവുക. വേറെ ഒരു പ്രത്യേകത ഉണ്ട്. 2ാം പിണറായി സർക്കാരിന്റെ അവസാനത്തെ കലോത്സവമാണ്. മന്ത്രി വി ശിവൻകുട്ടി വിദ്യാഭ്യാസ മന്ത്രി ആയിരിക്കുന്ന കാലത്തെ അവസാനത്തെ കലോത്സവമാണ്. ശിവൻകുട്ടി മിനിസ്റ്റർ വിദ്യാഭ്യാസ മന്ത്രി ഇനി കലോത്സവം ചിലപ്പോൾ നടന്നുകൂടായില്ല. വീണ്ടും LDF വരികയും വി ശിവൻകുട്ടി വീണ്ടും വിദ്യാഭ്യാസ മന്ത്രി ആവുകയും ചെയ്താൽ ഒരുപക്ഷെ അതിന്റെ തുടർച്ചയായിരിക്കും. പക്ഷെ താൽക്കാലികമായി അതിന്റെ ഒരു അവസാനമാണല്ലോ. ആ നിലക്ക് ഇത് എത്ര കണ്ട് ഗംഭീരാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്? എൻ്റെ LDF ഗവൺമെന്റ് കഴിവിന്റെ പരമാവധി ഈ നാട്ടിലെ ജനങ്ങളുടെ മുഴുവൻ കഴിവും ശേഷിയും അവരുടെ പരമാവധി പിന്നെ ശേഷിയെല്ലാം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഏറ്റവും ഭംഗിയാക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഇവിടെ കാണുന്നതിന് വേണ്ടി കഴിയും. കാണാം. മത്സരാർത്ഥികളോട് എന്താണ് പറയാനുള്ള അവസാനമായിട്ട് മിനിസ്റ്റർ? മത്സരം അവസാനത്തെ ഒരിനമല്ല. തോൽക്കുകയും ജയിക്കുകയും ചെയ്യും. തോറ്റവരെ ബഹുമാനിക്കുക, അതാണ് പറയാനുള്ളത്. താങ്ക് യു മിനിസ്റ്റർ. അപ്പൊ താങ്കളുടെ വിലപ്പെട്ട സമയം, എനിക്കറിയാം ഒരുപാട് സ്ഥലത്തേക്ക് ഇനി മിനിസ്റ്റർ പോകാനുണ്ടല്ലേ, കാര്യങ്ങളൊക്കെ വിലയിരുത്താനുണ്ട്. താങ്ക് യു.